ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നുള്ളത് നമ്മുടെ മലയാറ്റൂർ നക്ഷത്രത്താഴ് അതിനടുത്താണ്ടുള്ളത്. ഇന്നിവിടെ വന്നേണ കാര്യം വേറെ ഒന്നുമല്ല. നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആളുകൾ സെലക്ട് ചെയ്യുന്ന സ്പോട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഫോർട്ട് കൊച്ചി ആണല്ലോ. പക്ഷേ ഫോർട്ട് കൊച്ചിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളായിട്ട്, അതായത് ഫാമിലിയിൽ കുട്ടികളെ കൊണ്ടൊക്കെ നമുക്ക് ഫോർട്ട് കൊച്ചിക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടപടിയാവുന്ന കാര്യമില്ല. കാരണം അത്രയേറെ തിരക്കാരികളും നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ ഉണ്ടാവുന്നത്. അതേസമയം നമ്മുടെ ഈ നക്ഷത്രരാജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ആയിട്ട്, അതായത് കുട്ടികളെ കൊണ്ടുകൊണ്ട് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ പറ്റുന്ന കിടിലൻ പ്ലേസ് ആണ് നമ്മുടെ ഈ നക്ഷത്രതാഴ്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുറകെ കാണാൻ പറ്റും നമ്മുടെ സാൻഡേനൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ന്യൂ ഇയറിന് കത്തിക്കാൻ വേണ്ടിയുള്ള സാൻഡയാണ്. അപ്പോൾ ഏതായാലും നമുക്കറിയാം നമ്മുടെ നക്ഷത്രതാഴിൻ്റെ കൂടുതൽ കാഴ്ചയിലായിട്ട് കടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സാൻഡ ന്യൂ ഇയറിന് കത്തിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഈ കണ്ടില്ലേ, ഈ കാണുന്ന ഇത്രയും സ്ഥലം നമുക്ക് പാർക്കിംഗ് ഏരിയ ഉണ്ടോ. പാർക്കിംഗ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കന്ന് ആഘോഷ സമയത്ത് നിൽക്കാൻ വേണ്ടിയുള്ള സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ കാണുന്ന ഗ്രൗണ്ട് മൊത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ സൈഡിൽ കാണുന്നത് കച്ചവടത്തിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ആണ് കേട്ടോ. രാത്രി വിൽക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതവിടെ കച്ചവടക്കാരെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ മരണക്കിണറാണ്ട ഇതിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, പിള്ളേർക്ക് എന്താ പറയുക, ബോട്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു സ്വിമ്മിംഗ് പൂളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ പിള്ളേർക്ക് വേണ്ടി ഒത്തിരി ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒത്തിരി സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ കാണാൻ പറ്റും. ഏതായാലും പിള്ളേരെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കിടിലൻ പ്ലേസ് ആണ് ഇപ്പോൾ നമ്മുടെ ഈ മലയാറ്റൂർ നക്ഷത്രത്താഴത്തിനടുത്തുള്ള ഈ സെറ്റ് വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ. ഈ സത്യം പറഞ്ഞാൽ ചിൽഡ്രൻസ് പാർക്ക് ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ വരുന്ന സ്ഥലമുണ്ട് മണപ്പാട്ട് ചിറ. എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്, ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നേക്കണതാണോ അല്ലേ ഇവിടെ ഓൾറെഡി ഇതിൻ്റെ ടൂറിസം വകുപ്പിൻ്റെ ഭാഗമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണമെന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇതെല്ലാനും നമ്മുടെ ഈ പരിപാടിയോട് അനുബന്ധിച്ച് സെറ്റ് ചെയ്തേക്കാനായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ നക്ഷത്രത്താഴിൻ്റെ അടുത്തുള്ള റോഡ് കാര്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടില്ലേ, മേളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഉള്ള സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 5 മണി ടൈമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള നക്ഷത്രങ്ങളോ ലൈറ്റോ ഒന്നും തന്നെ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന തടാകം ഉണ്ട് നമ്മുടെ നക്ഷത്ര തടാകം എന്ന് പറയുന്നത്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ ഒരു നക്ഷത്രം കൂടെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണപ്പാട്ട് ചിറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നമ്മുടെ ഈ നക്ഷത്ര തടാകം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 110 ഏക്കർ വിസ്തൃതി വരുന്ന സ്ഥലമാണ് നമ്മുടെ ഈ മണപ്പാട്ട് ചിറ. പിന്നെ അതുകൂടാതെ ഇവിടെ ഈ സ്റ്റാർ നിരത്തിയിട്ടില്ലേ, സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10,000-ന് മേലെ സ്റ്റാറുകളാണ് നമ്മുടെ ഈ നക്ഷത്ര തടാകത്തിന് ചുറ്റായിട്ട് നിരത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഈ തടാകത്തിന് നക്ഷത്ര തടാകം എന്ന് പേര് വരാൻ കാരണം എൻ്റെ ഒരു തോന്നലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാറൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ ഇനി 2 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ 2023 നമ്മളോട് ഏതായാലും വിട പറയേണ്ട. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളെല്ലാം നടപ്പുണ്ട് കേട്ടോ. അത്യാവശ്യം അടിപൊളി, നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ആയിട്ടൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്ലേസ് ആണ് നമ്മുടെ നക്ഷത്ര തടാകം. ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച വേണ്ട, അതായത് നക്ഷത്ര തടാകത്തിൻ്റെ സൈഡിലായിട്ട് കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തേ കണ്ടില്ലേ കുറേ കുരങ്ങന്മാരുണ്ട്. അതായത് ഈ മരം മൊത്തം കുരങ്ങന്മാരാണ് കേട്ടോ. കുറച്ചുണ്ട് കേട്ടോ. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മേളിൽ സൈഡിലൊക്കെ കയറിയിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണാനായിട്ട് നമ്മുടെ നക്ഷത്രത്തിൽ ബോട്ടിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓഫീസ് കാര്യങ്ങൾ കാണട്ടെ. ഇവിടെ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് കാര്യങ്ങൾ എടുത്തിട്ട് ബോട്ടിങ്ങിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് കാണുന്നത്. പിന്നെ ഇവിടെ ഒത്തിരി കച്ചവടക്കാരുണ്ട് നിറച്ച്. ഏതായാലും ന്യൂ ഇയർ അടുത്തല്ലോ. അതിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വെച്ചാൽ ഒരു ശനിയാഴ്ചയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ നക്ഷത്ര തടാകം മൊത്തം ഉണ്ടല്ലോ, മൊത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ നക്ഷത്രത്തിൻ്റെ ചുറ്റിനുമായിട്ട് ഇതുപോലെ നക്ഷത്രങ്ങൾ തൂക്കി മൊത്തം നല്ല ഭംഗിയിലാണ് ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു രക്ഷയിൽ ഒന്നും പറയാനില്ല. അത്യാവശ്യം നല്ല അടിപൊളി എന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങളേതായാലും ഫാമിലി ആയിട്ട് ന്യൂ ഇയർ എൻജോയ് ചെയ്യാൻ വേണ്ടി പുറത്തോട്ട് പോകാൻ നിൽക്കുന്ന ടീംസ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ സ്പോട്ട് മിസ് ചെയ്യാതിരിക്കുക. ഫോർട്ട് കൊച്ചിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല തിരക്ക് കാര്യങ്ങളായിരിക്കുള്ളൂ. അടിപൊളി പ്ലേസ് കാര്യങ്ങളൊക്കെയാണ് ഫോർട്ട് കൊച്ചി. എന്തായാലും നമുക്കൊരു കാം ആൻഡ് കൂളായിട്ട് നമ്മുടെ ന്യൂ ഇയർ എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയ നല്ല
കിട്ടില്ല പ്ലേസ് ആണോ നമ്മുടെ ഈ നക്ഷത്രത്തിലാണ്, അതിൽ ഒരു സംശയവും വേണ്ട. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മലയാറ്റൂർ വന്നിട്ട് നമ്മുടെ നക്ഷത്രതടാകം എല്ലാ ഭാഗങ്ങളും നമ്മൾ കറങ്ങി കണ്ടു കേട്ടോ. ഒന്നും പറയാനില്ല, നല്ല അടിപൊളിയായിട്ടാണ് ഇവിടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മിസ്സാവില്ല. കാരണം ഇവിടെ വരെ വന്നിട്ട് ഒരിക്കലും നിങ്ങളുടെ ടൈം ഒരിക്കലും എന്താ പറയുക വേസ്റ്റായി പോകില്ല. നല്ല അടിപൊളിയായിട്ടാണ് നമ്മളിവിടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി കാര്യങ്ങളെല്ലാം തന്നെ നമ്മളിവിടെ നക്ഷത്രതടാകത്തിന് ചുറ്റുമായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് ഏതായാലും സ്റ്റോപ്പ് ചെയ്യാണ്. അത്യാവശ്യം നല്ല അടിപൊളി ആയിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി സ്ഥലം തന്നെയാണിത്. പിന്നെ നമ്മുടെ കാണുന്നത് നമ്മുടെ മലയാറ്റൂർ മലയാണ് കാണുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ ഏതായാലും വെച്ച് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.